നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ് ബുക്കിംഗ്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആൻഡ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമാണോ നോക്കാം. ഓക്കെ, അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥതയുണ്ടോ, നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിൽ. ഓക്കെ, അവർക്ക് അതായത് നിങ്ങളോട് മാത്രമായിട്ട് അവർക്ക് ആ ഒരു സ്നേഹം, ഓക്കെ, അവർക്ക് നിങ്ങളോടാണോ ഏറ്റവും കൂടുതൽ, നിങ്ങളോട് അവർ ആത്മാർത്ഥത വെക്കുന്നുണ്ടോ എന്ന രീതിയിൽ. ഓക്കെ, നോക്കാം. നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അവരുടെ സ്നേഹം ആത്മാർത്ഥമാണോ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. പേജ് ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, ഏസ് ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, Eight of Wands. Okay, Nine of Pentacles. Queen of Swords. Justice. World. Six of Swords, Four of Swords, Chariot. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതിൻ്റെ ആൻസർ ആദ്യം തന്നെ ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് കാർഡിൽ തന്നെ നമുക്കത് വന്നു കഴിഞ്ഞു. യെസ് ആണ്, ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, എവിടെ ട്രസ്റ്റ് ചെയ്യാം? അവരെ സ്നേഹം നിങ്ങളോടുള്ളത് അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. ഓക്കെ, കമ്മിറ്റഡ് ആയിട്ടൊരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. അവർ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല മേ ബി. ഓക്കെ, പക്ഷെ അവർ ഇത് ആക്ച്വലി നമ്മളൊരു സോഷ്യൽ മീഡിയ സ്റ്റോക്കിങ്ങിൻ്റെ കാര്യമൊക്കെ പറയും. ഈ കാർഡ് എപ്പോഴും പേജ് ഓഫ് സോർഡ്സ് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കണു, നിങ്ങളുടെ സോഷ്യൽ മീഡിയ നോക്കണു, നിങ്ങൾ ഓൺലൈൻ വന്നോ പോയോ നോക്കൂ, അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമില്ലാത്തവരാണെങ്കിൽ, മീൻസ് റീസെൻ്റ്ലി പരിചയപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ അവർ ജസ്റ്റ് പക്ഷെ നിങ്ങളുടെ മേലൊരു കണ്ണുണ്ട് അവരുടെ എപ്പോഴും. ഓക്കെ, അങ്ങനെ പറയാം. അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവർ നിങ്ങളെ ചെയ്യുന്നുണ്ട് തിരിച്ചും. ഓക്കെ, ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ആണ്. അവർക്കറിയാം നിങ്ങൾക്ക് അവരോട് ഒരുപാട് സ്നേഹമുണ്ട് എന്നുള്ളത്, പക്ഷെ എന്നാലും മേ ബി അവർക്കും ആ ഫീലിംഗ് ഉണ്ട് എന്ന് പറയാം. ഇവിടെ എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. അവർക്കും നിങ്ങളോട് ആ ഒരു ഫീലിംഗ് ഉണ്ട്. എന്നാലും ഒരു മേ ബി അത് ഓപ്പണായിട്ട് തുറന്ന് പറയാൻ മടിച്ചിട്ടായിരിക്കാം. ഓക്കെ, അവർ പക്ഷേ കാരണം അവർ നിങ്ങളോട് പറയാൻ പറ്റുമോ, നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള ചിന്തയായിരിക്കാം. അവർ സൈലൻ്റ് ആയിട്ട് അവർ നിങ്ങളെ വാച്ച് ചെയ്യുകയാണ്. ഓക്കെ, മേ ബി നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നുണ്ടാവില്ല. നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്. സോ തീർച്ചയായിട്ടും യെസ്, അവർക്ക് സ്നേഹത്തിൻ്റെ ഓഫർ നിങ്ങൾക്ക് തരണമെന്നുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ബൊക്കെയൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. സോ നിങ്ങളുടെ അടുത്തേക്ക് പക്ഷെ നിങ്ങളെ കാണുന്നത് ഐ തിങ്ക് വളരെ ഒരു ഡിവൈൻ ഒരു ആളായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അത്രയും കെയറിങ് പേഴ്സൺ ഒക്കെ ആയിരിക്കാം. നിങ്ങൾ എല്ലാവരോടും ആ ഒരു സ്നേഹത്തോടെ പെരുമാറുന്നതും നിങ്ങളുടെ ആ പേഴ്സണാലിറ്റി തന്നെ അങ്ങനെയാണ് എന്ന് പറയാം. ഇവിടെ നിങ്ങളുടെ ഓറ തന്നെ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ ഓറ അത്രയും ഒരു ഡിവൈൻ ഫീലാണ് അവർക്ക് വരുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അപ്രോച്ച് ചെയ്യാൻ ഒരു പേടി. ഓക്കെ, അപ്പോൾ അവർക്ക് വേണമെന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, അവർ നിങ്ങളോട് ഫീലിങ്സ് പറയണമെന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അവർക്ക് എനിക്ക് തോന്നുന്നു ഇത് ജെൻസ് ആയിട്ടും എടുത്തോളൂ. കിങ് ഓഫ് കപ്സ് ആണെങ്കിലും ഓക്കെ, നിങ്ങൾ വളരെയധികം ആ ഒരു നിങ്ങളുടെ നേച്ചർ വെച്ചിട്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും വാച്ച് ചെയ്യോ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ശരിക്കും അവരോട് താല്പര്യം ഉണ്ടാവുമോ, അവരെ ചൂസ് ചെയ്യോ എന്നുള്ളൊരു ഡൗട്ടാണ്. ഏസ് ഓഫ് സോർഡ്സ് ഉണ്ട്. സോ യെസ്, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ അവർ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അവർ വളരെയധികം ക്ലാരിറ്റിയോടെ ഒരു മനസ്സിൽ അവർക്ക് ക്ലാരിറ്റി ഉണ്ട്. നിങ്ങളെയാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് അവരുടെ മൈൻഡിൽ ക്ലിയർ ആണ്. ഓക്കെ, അവർക്ക് ക്ലാരിറ്റി ഉണ്ട്. അവർ നിങ്ങളോട് ലൈക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന രീതിക്ക് തന്നെയാണ്, ആക്ഷൻ എടുത്ത് നിങ്ങളെ കൂടെ വേണം എന്ന രീതിക്ക് തന്നെയാണ് അവർക്ക് ഫീലിംഗ് ഉള്ളത്. ആൻഡ് നൈറ്റ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. അവർ നിങ്ങൾക്ക് ശരിക്കും സ്റ്റഡി ആയിട്ട് ഒരു പ്രോപ്പർ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അവർ തരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സ്നേഹം മാത്രമല്ല, കമ്മിറ്റ്മെൻറ്റും എല്ലാം, മീൻസ് ജെനുവിൻ ആയിട്ട് ശരിക്കും ഒരു കണക്ഷൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ലൈഫിലേക്ക് ക്ഷണിക്കാൻ പോലെ, ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റ് ഓഫർ നിങ്ങൾക്ക് തരാൻ പോലെ, അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ടൊരു വേറെ ആരും ഇല്ല നമ്മളുടെ ഇടയിൽ എന്ന് പറഞ്ഞ പോലെ, എനിക്ക് ആ രീതിക്കുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ട് മനസ്സിൽ.
ആൻഡ് ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾസ് നമ്മൾ മാരേജ് ഓഫറാണ് പറയാറ്, മാരേജിൻ്റെ കാര്യമാണ് പറയാറ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്ന കാര്യമാണ് പറയാറ്. ഓക്കെ, സോ ആൻഡ് 9 ഓഫ് പെൻറ്റിക്കിൾസും 9 ഓഫ് പെൻറ്റിക്കിൾസും ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി അവർ, ഞാൻ പറഞ്ഞ പോലെ അവർ നിങ്ങളെ ലൈഫിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ്. ഓക്കെ, ലൈഫിൽ നിങ്ങൾ വേണം എന്നവർക്കുണ്ട് നല്ലോണം. ആൻഡ് അതിനെക്കുറിച്ച് അവർ തുറന്ന് പറയും. 8 ഓഫ് വൺസ് കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ മാറ്റങ്ങൾ പറയാം. ചിലപ്പോൾ സൈലൻ്റ് ആയിട്ട് ഒരാൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടൊക്കെ, മേ ബി ഇനി നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരാണോ എന്തോ അങ്ങനെയാവാം. ഓക്കെ, നിങ്ങളിത് ചോദിക്കുന്നത് ചിലപ്പോൾ റീഡിങ് നോക്കുന്നത് എനിക്കറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടാവാം, അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. മേ ബി അവർ തുറന്നത് പറയാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിലും നിങ്ങൾ ഓൾറെഡി ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ആണെങ്കിലും അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അവർ നിങ്ങളോട് ഫീലിങ്സ് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്നൊരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ് നമ്മളിത് പറയാറ്. ഓക്കെ, ഇത് കണ്ടാൽ കാർഡ് കണ്ടാൽ അറിയാലേ, പെട്ടെന്ന് വരുന്നു എന്ന രീതിക്ക് കുറേ കമ്മ്യൂണിക്കേഷൻ വരാം. ചിലപ്പോൾ അവർ മേ ബി വളരെ ഇമോഷണൽ ആയിട്ട് ചിലപ്പോൾ നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് വളരെയധികം അവർ തുറന്ന് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ പറയാം. ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ചിലപ്പോൾ അവരുടെ ഒരു കൺഫെഷൻ വരാം. ആൻഡ് ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, ഇവിടെ ജസ്റ്റിസ് ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങോട്ട് കെയർ ഇതുവരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അവർക്ക് തിരിച്ച് നിങ്ങളുടെ അടുത്തും ആ കെയർ കാണിക്കണം എന്നവർക്കുണ്ട്. ബാലൻസ് ചെയ്യണം എന്നവർക്ക് നല്ലോണം ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങൾക്കും ഈക്വൽ ആയിട്ട് തരണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് വേൾഡ് കാർഡ് ഉണ്ട്. സോ തീർച്ചയായിട്ടും ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇതുവരെ അങ്ങനെ ക്ലിയർ ആയിട്ടൊക്കെ അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിൽ ഒരു നിങ്ങൾക്ക് ക്ലിയർ അല്ല കാര്യങ്ങൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അത് ഒരു പുതിയൊരു ബിഗിനിങ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ക്വീൻ ഓഫ് സോഡ്സ് മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നം. ഒന്ന്, പക്ഷെ എനിക്ക് അവർ മുന്നോട്ട് വരും എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ, ഞാൻ അത് പറഞ്ഞേക്കാം. ആൻഡ് ഈ കാർഡ് ഒന്ന് ഞാൻ ക്ലാരിഫിക്കേഷൻ എടുക്കട്ടെ. തേർഡ് പാർട്ടി ആണോ, എനർജി ആണോ, ആരെങ്കിലും തടസ്സമാണോ? തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരും ആവാം, എന്നാലും നോക്കട്ടെ. ക്വീൻ ഓഫ് സോഡ്സ് എന്താണ്? അല്ല, ഇത് ഐ തിങ്ക് ഇത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ എനർജി തന്നെയാണ്. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണിന് പേടി, നിങ്ങൾ അവരെ കട്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എന്നിട്ട് നിങ്ങൾ അവരെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു തോന്നലാണ് അവരുടെ മൈൻഡിൽ. ഓക്കെ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. ഇവിടെ അതൊരു വേറെ എനർജി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, വേറൊരു പേഴ്സണോ വേറൊരു വ്യക്തിയോ ഉള്ളതായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, ഓക്കെ, അങ്ങനെ ഒരു തേർഡ് പാർട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങളെ അവരെ ലൈഫിലേക്ക് സ്വീകരിക്കാൻ വേണം, നിങ്ങൾ അവരെ ലൈഫിൽ കൂടെ വേണം എന്ന രീതിക്കാണ് കാണുന്നത് ഇവിടെ. 9 ഓഫ് പെൻറ്റിക്കിൾസ് നമ്മൾ മാരേജ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഫൈനാൻസ് ഒക്കെ ഒന്നിച്ചാക്കുക ആണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. എന്ന് വെച്ചാൽ എന്താണ്, ഫൈനാൻസ് ഒന്നിച്ചാവുമ്പോൾ എന്തായിരിക്കും, നമ്മൾ മീൻസ് മാരേജ് കഴിഞ്ഞ് ഒന്നിച്ച് ജീവിക്കുക എന്ന രീതിയിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത്രത്തോളം കമ്മിറ്റ്മെൻറ്റ്, നമ്മൾ പരസ്പരം കമ്മിറ്റഡ് ആണ് എന്നുള്ളത്. ഓക്കെ, നേഷൻ കാർഡ്സ് കൂടി എടുത്തേക്കാം. നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, സെയിം കാർഡ് റിപ്പീറ്റ്, ഞാനിപ്പോൾ ഇതിനെ കൺഫേം ചെയ്തെടുത്തായിരുന്നു. 10 ഓഫ് കപ്സ്, 10 ഓഫ് പെൻറ്റിക്കിൾസ്, എംപ്രസ്, പേജ് ഓഫ് പെൻറ്റിക്കിൾ. ആക്ച്വലി ഈ കാർഡ്, ഓക്കെ, അഗെയിൻ ഞാൻ പറഞ്ഞു കിങ് ഓഫ് കപ്സ്. നിങ്ങളോട് അത്രയും അവർക്ക് ഫീലിങ്സ് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ തേർഡ് പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് നിങ്ങളെയാണ് മനസ്സിൽ, അവർക്കുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങളോടാണ്, സ്നേഹം നിങ്ങളോടാണ്, ഫീലിങ്സ് നിങ്ങളോടാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളെ അഗെയിൻ സെയിം കാർഡ്, അവർക്ക് കൺഫ്യൂഷൻ ഐ തിങ്ക് നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ്. ഞാൻ അതാണ് ഇവിടെ നോക്കിയത്. അവർ നിങ്ങൾ സ്വീകരിക്കുമോ അവരെ എന്നുള്ളൊരു കൺഫ്യൂഷനേ ഉള്ളൂ ഒരു മൈൻഡിൽ. ഓക്കെ, കാരണം നിങ്ങളെ അങ്ങനെയാണ് അവർ കാണുന്നത്, ഒരു ക്വീൻ, ഒരു വളരെ ഒരു റെസ്പെക്റ്റബിൾ പേഴ്സൺ ആയിട്ട്. നിങ്ങൾ അങ്ങനെ നിങ്ങളെ പിന്നാലെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ അവരെ ചൂസ് ചെയ്യുമോ, അതുകൊണ്ടായിരിക്കാം വാച്ച് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പിക്കാനായിരിക്കാം. ഓക്കെ, നിങ്ങൾക്കും ആ പേടിയുണ്ട്, പക്ഷെ അത് അവരറിയുന്നില്ല. അവരും അവരുടെ മനസ്സിലും അതേ പേടികളുണ്ട്. ഓക്കെ, മിററിങ് ആയിരിക്കാം. ആക്ച്വലി നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ ആയിരിക്കും അവരും ചിന്തിക്കുന്നത്, അങ്ങനെയും ഉണ്ടാവാം. ഓക്കെ, ഇവിടെ 10 ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ നിങ്ങളെ ഫാമിലി ആയിട്ട് ആഡ് ചെയ്യണം, ഞാനത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അവർക്ക് നിങ്ങളെ ഫാമിലി ആയിട്ട് വേണം എന്നാണ്. ആൻഡ് ഇവിടെ ചിലവർ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ഫാമിലി ആഗ്രഹിക്കുന്നു എന്നാണ്. എംപ്രസ് ആണ്. എംപ്രസ് ആക്ച്വലി പ്രഗ്നൻസിയുടെ കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആൾക്കാരാണെങ്കിൽ. ഓക്കെ, ക്വീൻ ഓഫ് കപ്സും ഇവിടെ കിങ് ഓഫ് കപ്സും വന്നല്ലോ. കിങ് ഓഫ് കപ്സ് എവിടെയായിരുന്നു? കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. സോ മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് പീപ്പിൾ ആണെങ്കിൽ നിങ്ങൾ ഡൗട്ട് വേണ്ട, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളോട് വളരെയധികം സ്നേഹം തന്നെയാണ്. വേറെ അവരുടെ ലൈഫിൽ ഓപ്ഷൻ ഒന്നും ഉണ്ടെങ്കിൽ തന്നെ മുമ്പ് ഉണ്ടായിരുന്നുണ്ടാവാം, പാസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അവരിപ്പോൾ ചൂസ് ചെയ്യുന്നത് നിങ്ങളെയാണ്. ഓക്കെ, നിങ്ങളെ തന്നെയാണ് അവർ ചൂസ് ചെയ്യുന്നത്.
നിങ്ങളുമായിട്ട് ഒരു ഫാമിലി പോലെ വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു ഫാമിലി, കുട്ടി, കുടുംബം, ആ രീതിക്ക് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കണം എന്നാണ് അവരെ ആഗ്രഹം. ഓക്കെ, ഇവിടെ കൂടുതൽ പറയാനില്ല. സെയിം കാർഡ്സ് അത് തന്നെയാണ് വരുന്നത്. കൺഫ്യൂഷൻ അവരുടെ മൈൻഡിൽ ലേശമുണ്ട്, പക്ഷെ അതെനിക്ക് നിങ്ങളെ കുറിച്ചാണ് അവർക്ക് ഡൗട്ട്. അതായത് നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്ക് കാണുന്നത്. വേറെ ഒന്നും തോന്നുന്നില്ല. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെയാണ് അവർ, പക്ഷെ കൂടുതൽ ശരിക്കും തേർഡ് പാർട്ടിയേക്കാൾ അവർക്ക് സ്നേഹം നിങ്ങളോടാണ് എന്നൊക്കെ പറയാം. ഓക്കെ, ഈ ഒരു ഡെക്കിന്ന് കുറച്ച് നോക്കാം നമുക്ക്. നിങ്ങൾക്കുള്ള അഡ്വൈസ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എന്താ കാണുന്നത് നോക്കാം. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇതിലൊരു അഡ്വൈസ് വരുന്നത് നമുക്ക് നോക്കാം. സെൽഫ് കെയർ എനർജി, യെസ്, എനിക്കത് തോന്നിയിരുന്നു. ഗിൽട്ട് ആൻഡ് സബോട്ടാജ്, റിന്യൂവൽ, കർമ്മ, ബാലൻസ്, ജസ്റ്റിസ്, യെസ്. ഓക്കെ, ഡിസിഷൻ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഡിസ്റ്റൻസ്, റിട്രീറ്റ് ഓർ ടൈം ഔട്ട്, ആൻഡ് ഏസ് ഓഫ് കപ്സ്. ഓക്കെ, റിയൂണിയൻ, ഇവിടെ റിയൂണിയൻ കാർഡ് ഉണ്ട്. സോൾ ടൈസ്, നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ആണ്, അതുകൊണ്ടാണ് ഇത് വിട്ടുപോകില്ല ഈ റിലേഷൻഷിപ്പ്. ഓക്കെ, ഏസ് ഓഫ് വാൺസ് ആണിത്. ഏസ് ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. ആൻഡ് സ്റ്റോം, അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, ഞാനിത് തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ നമ്മൾ കണ്ടത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഐ തിങ്ക് നിങ്ങൾ അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നത് നിങ്ങൾ വളരെയധികം ഇപ്പം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മുൻപ് കമ്മിറ്റ്മെന്റ് തരാതെ, ഓക്കെ, നിങ്ങളോട് കാര്യങ്ങൾ ക്ലിയർ ആയി പറയാതെ നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ലൈക്ക് ക്ലിയർ ആയിട്ട് പറയാതെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക വന്നും പോയിക്കൊണ്ടൊക്കെ ഇൻ ആൻഡ് ഔട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, മേ ബി നിങ്ങളിപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്തിട്ടുണ്ടാവും. അതായത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് കെയർ ചൂസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അവനവനെ വാല്യൂ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ പോലെ. അതാണ് ഞാൻ ക്വീൻ ഓഫ് സോഡ്സ് നിങ്ങൾ തന്നെ ആവാം എന്ന് പറഞ്ഞത്. മേ ബി നിങ്ങളിപ്പോൾ ആ ഒരു ക്വീൻ ഓഫ് സോഡ്സിന്റെ ലെവലിലായിരിക്കും നിൽക്കുന്നത്. എന്നെ ശരിക്ക് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ വിട്ടുപോകുമെന്ന്, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒരു ലെവലിൽ നിൽക്കുന്നതായിട്ട്, അത് കിങ് ആയാലും ക്വീൻ ആയാലും രണ്ടും എടുത്തോളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണിന് പേടിയാണ് നിങ്ങളുടെ അടുത്ത് വരാൻ. അവർക്ക് ഗിൽട്ട് ഉണ്ട്, നിങ്ങളെ ശരിക്കും ട്രീറ്റ് ചെയ്തില്ല എന്നുള്ള ഗിൽട്ട് അവരുടെ മൈൻഡിലുണ്ട്. ഓക്കെ, ഇപ്പൊ അവർക്ക് അത് തിരിച്ച് റിന്യൂ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു റിന്യൂവൽ വേണം, റീയൂണിയൻ വേണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. കർമ്മ, ബാലൻസ്, ജസ്റ്റിസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത പോലെ അവർക്ക് ഇങ്ങോട്ടും തിരിച്ച് നിങ്ങൾക്ക് തരണം എന്ന് ഇപ്പൊ അവർക്ക് തോന്നുന്നുണ്ട്. അവർ നിങ്ങളോട് ചെയ്തത് ന്യായമായില്ല എന്നൊരു ഫീലിംഗ് അവരുള്ളിൽ ഗിൽട്ട് ഉണ്ട്. ഓക്കെ, ഡിസിഷൻ, അവർ തീരുമാനം ഞാൻ പറഞ്ഞ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരിപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ. ഐ തിങ്ക് നിങ്ങളായിരിക്കാം മാറിയത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ടാവാം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ, ഓക്കെ, അങ്ങനെ ഒരു അതല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. ആ ഡിസ്റ്റൻസ് പക്ഷെ അപ്പോൾ ആൾക്ക് നിങ്ങൾ സെൽഫ് കെയർ ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കൊരു ഗിൽട്ട് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോഴാണ് ആൾക്ക് ചില സിറ്റുവേഷൻസ് അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. സോറി, അയാളുടെ എന്നല്ല, അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് അവർ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹം. ഏസ് ഓഫ് കപ്സ് ആണ്, അവർക്ക് അത്രയും ഫീലിങ്സ് നിങ്ങളോടുണ്ട് എന്നവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു കാര്യം. അതാണ് മേ ബി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട്, എന്താ ചെയ്യണം എന്നൊക്കെ ആയിരിക്കും അവർ നോക്കുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് ഏസ് ഓഫ് വോൺസ് ആണ്. സോ നിങ്ങളോട് വളരെയധികം പാഷൻ ഫീൽ ചെയ്യുന്നു, അവർക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അഗെയിൻ ഫാമിലി കമ്മിറ്റ്മെന്റ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈവൻ കുട്ടികൾ വരെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു ഫാമിലി ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ യെസ്, അവരെ ട്രസ്റ്റ് ചെയ്യാം. ഇടയിൽ അവർ വല്ലതും ട്രസ്റ്റ് ബ്രേക്കിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അപ്പം നിങ്ങൾ നിങ്ങളുടെ പവറിൽ വന്നപ്പോൾ ഇപ്പം അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോഴത്തെ ലെവലിൽ യെസ്, അവർ ട്രസ്റ്റ് ചെയ്യാമെന്നാണ് കാണുന്നത്. കമ്മിറ്റ്മെന്റ് തരാൻ അവർ റെഡിയാണ്. ഓക്കെ, സോ നല്ലൊരു പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.